ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ കാണാവേ. ഒരുപാട് പേര് ഞാൻ കഴിഞ്ഞ ലോങ് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എഡിറ്റിംഗ് മിസ്റ്റേക്കും വോയിസ് ഓവർ കൊടുത്തതിൻ്റെയൊക്കെ. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിലെല്ലാം ഞാൻ ശ്രദ്ധിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിനി മുമ്പോട്ട് പോകാനും പറ്റത്തുള്ളൂ. അങ്ങനെ ഇടയത്താഴത്തിന് ഞാൻ രാവിലെ എഴുന്നേറ്റ്. ഇപ്പോൾ അലാറം ഒന്നും ഇല്ലെങ്കിൽ അങ്ങ് നേരത്തെ എഴുന്നേൽക്കും കേട്ടോ, നമുക്കത് ശീലമായി. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് വന്നു. പിന്നെ അടുക്കളയിൽ അത്താഴത്തിന് വേണ്ടി കുറച്ച് വെണ്ടയ്ക്ക ഇരുന്നതെടുത്ത് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് മോര് കാച്ചിയത് മീൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു മീനും കൂടെ വറുത്തു. അങ്ങനെ അത്താഴം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെണ്ടയ്ക്കയെല്ലാം മെഴുക്ക് വരട്ടി കേട്ടോ. എന്നിട്ട് എല്ലാവരും പോയി വിളിച്ചു, അണ്ണനെയൊക്കെ വിളിച്ചു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് വെള്ളം എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാങ്ക് വിളിച്ചു. ഇവിടെ പിന്നെ ഇപ്പോൾ 5:10 ആകുമ്പോഴത്തേന് ബാങ്ക് വിളിക്കും. പിന്നെ ഉടനെ തന്നെ ഞാനങ്ങ് നമസ്കരിച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് ഖുർആൻ ഓതാനുണ്ടായിരുന്നു. ഹത്തം ഓതി തുടങ്ങിയിട്ട് ഇതുവരെയും തീർന്നില്ല. നോമ്പ് തീരുമ്പോഴത്തേനെങ്കിലും ഒരു ഹത്തം തീർക്കണമെന്നായിരുന്നു. അങ്ങനെ ഖുർആൻ ഓതാനും ഇരുന്നു. പിന്നെ നേരം വെളുക്കാറായപ്പോഴത്തേനും പത്രം വന്നു. പിന്നെ എനിക്ക് രാവിലെ പത്രം വന്നു. പത്രം ഒന്നും എടുത്ത് വായിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി കേട്ടോ. ഇന്ന് പത്രം എടുത്തപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് കണ്ടത്. സുനിത വില്യംസ് ഭൂമിയിലോട്ട് എത്തിയത്. മറ്റേത് എന്നും വെട്ടും കൊലയും കൊലപാതകവും ഒക്കെ ആയില്ലേ. പിന്നെ പത്രം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നമ്മുടെ കിങ്ങിണിപ്പൂച്ച. ഇപ്പോൾ ഈ കിങ്ങിണിപ്പൂച്ച ജീവനോടില്ല കേട്ടോ. ഇന്നലെ ഒരു പട്ടി പിടിച്ചുകൊണ്ട് പോയി. ഭയങ്കര വിഷമമായിപ്പോൾ. ഒരു വർഷമായിട്ട് നമ്മുടെ വീട്ടിൽ ചുറ്റിപ്പറ്റി നടക്കുന്നൊരു പൂച്ചയായിരുന്നേ. ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ പിന്നെ വന്നിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് കഴുകി പറക്കി വെച്ചു. ഇടയത്താഴത്തിന് കഴിച്ച പാത്രങ്ങളാണേ. അങ്ങനെ പാത്രമെല്ലാം ഒരുവിധം കഴുകി പറക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് മീൻ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വറക്കാൻ പുരട്ടി വെച്ച്. കാരണം ഇന്ന് പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകണേ. എക്സാം എല്ലാം കഴിഞ്ഞ് ഇന്ന് സ്കൂൾ അടയ്ക്കും. അപ്പോൾ ഇന്ന് ഉച്ച വരെ ഉള്ളെങ്കിലും 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് പിള്ളേർ വരത്തുള്ളൂ. അപ്പോഴത്തേന് ലഞ്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളത്തിലോട്ടിട്ടു. പിന്നെ കട്ടൻ കാപ്പിക്ക് അത്തായിക്ക് കട്ടൻ കാപ്പിക്കുള്ള വെള്ളവും എടുത്തങ്ങ് വെച്ചു. പിന്നെ കുറച്ച് പാത്രം കൂടെ ഇരുന്നത് എടുത്തങ്ങ് കഴുകി പറക്കി വെച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചെയ്യുന്നൊരു പണിയാണ് ഈ സൈഡിലിരിക്കുന്ന മണി പ്ലാന്റ് എല്ലാം വെള്ളം മാറ്റി കൊടുക്കുക. 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് നശിക്കാതെ ഒത്തിരി നാളായിട്ട് നിൽക്കും കേട്ടോ. ഇത് 2-2.5 വർഷമായിട്ട് ഞാൻ വെച്ചേക്കുന്ന മണി പ്ലാന്റാണ്. ഇതുവരെ അങ്ങനെ വാടലോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇലയൊന്നും മഞ്ഞിക്കുമ്പോൾ അത് വെച്ച് അങ്ങ് കളയണം. അങ്ങനെ പിന്നെ അതെല്ലാം റെഡിയാക്കി അങ്ങ് വെച്ചു. പിന്നെ മണി പ്ലാന്റിലെ വെള്ളവും അങ്ങ് മാറ്റി വെച്ചു. അപ്പോഴത്തേന് കട്ടൻ കാപ്പിക്കുള്ള വെള്ളം തിളച്ച് കട്ടൻ കാപ്പി ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ കുറച്ചാണെങ്കിൽ എന്തോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പൂരി ഉണ്ടാക്കാമെന്ന്. കാരണം വേറെ അരിയൊന്നും ആട്ടി വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അത്തായ്ക്കും മറിയത്തിനും പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് പൂരി അങ്ങനെ ഇഷ്ടമല്ല. അതിന് പൂരി കഴിക്കുമ്പോൾ അങ്ങ് ഛർദ്ദിക്കാനൊക്കെ വരും. അങ്ങനെ കൊതി എങ്ങാനും കിട്ടിയതായിരിക്കും. അപ്പോൾ അവനിപ്പോൾ പൂരി അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആബിദിന് ഇന്ന് മാത്സിൻ്റെ എക്സാം ആയിരുന്നു. കൂടെ വന്ന് എന്നോട് ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പരീക്ഷയുടെ അന്ന് രാവിലെ അവന് പഠിത്തം വന്നു, അതുവരെ പഠിക്കാൻ വിളിച്ചാൽ വരത്തില്ല. അങ്ങനെ എന്തോ ചെയ്ത് അവന് അങ്ങുള്ള ഇതൊക്കെ മാറ്റി കൊടുത്ത്, സംശയങ്ങളെല്ലാം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അടുക്കള ജോലിയും നടക്കും, ഇതും അങ്ങ് നടക്കുമല്ലോ. അങ്ങനെ മാത്സ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പൂരി മാവ് ബാക്കി വന്ന് കുഴച്ചങ്ങ് റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചോറ് തിളപ്പിച്ചൂറ്റാൻ വേണ്ടി വെച്ച്. കാരണം ഞാൻ പിള്ളേർക്കെന്നും ചോറ് തിളപ്പിച്ചൂറ്റിയ ചോറ് കൊടുത്ത് വിടാറില്ല. പിന്നെ ഇന്ന് രാത്രി വെച്ച ചോറ് അധികം ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങ് വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മറിയ എഴുന്നേറ്റ് മറിയത്തിനെയും പല്ല് തേപ്പിച്ച്. പിന്നെ ചായക്കുള്ള 3 പേർക്കും ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ചായ ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു എയറോപ്ലെയിൻ ആകാശത്തൂടെ പോയി, റോഡിൽ കൂടെ പോയെന്ന് ഞാൻ പറയുക. അങ്ങനെ ആകാശത്തൂടെ പോയി.
അപ്പോൾ പിള്ളേരെക്കാട്ടിലും മുമ്പ് ഞാൻ അത് കാണാൻ ഓടുന്നത് കേട്ടോ. എനിക്കിപ്പോഴും ഇങ്ങനെ ആകാശത്തൂടെ പ്ലെയിൻ പോകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. എന്നെപ്പോലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ വന്നപ്പോഴത്തേന് മീനിനകത്ത് നിന്ന് ഐസ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മീൻ മറക്കാനെല്ലാം പുരട്ടി വെച്ചു. പിന്നെ ഒരു കിഴങ്ങും കൊണ്ട് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ച്. കിഴങ്ങ് മെഴുക്ക് പുരട്ടി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലെ അരിഞ്ഞിട്ട് അതിനകത്തോട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരു ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ചായ ഇട്ട് പിള്ളേർക്കെല്ലാം അങ്ങ് കൊടുത്തു. പിന്നെ ഇത് വ്യാഴാഴ്ച ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ എല്ലാ വ്യാഴവും വെള്ളിയാഴ്ചയാണ് മിക്കവാറും നഖം വെട്ടുന്നത്. പിന്നെ വ്യാഴാഴ്ച പകരം നഖം വെട്ടുന്നത് സുന്നത്താണല്ലോ. അങ്ങനെ ഇവന് നഖം വെട്ടിക്കൊടുത്തു. ആബിദിന് അവൻ ഇന്ന് തന്നെ നഖം വെട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് നഖം വെട്ടിക്കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് മറിയം വന്ന് ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് പ്രകൃതിയിലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം രാവിലെ നല്ല തെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് പൂരി ഉണ്ടാക്കി കൊടുത്തു. മറിയത്തിന് പൂരിയാണ് ഇഷ്ടം. അപ്പോൾ അവൾക്കത് പൂരി ഉണ്ടാക്കി. ആബിദിന് കുറച്ച് പുട്ടും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പുട്ടിൻ്റെ കൂടെ അവന് മീൻകറിയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ കടലക്കറി ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്തായ്ക്കും മറിയത്തിനും പൂരിയുടെ കൂടെ കടലക്കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ലഞ്ച് ബോക്സും അങ്ങ് തയ്യാറാക്കി കേട്ടോ. ചോറും കിഴങ്ങും മീൻ വറുത്തതും ആയിരുന്നു. പിന്നെ ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ടായിരുന്നു. മറിയും ചമ്മന്തിപ്പൊടിയൊന്നും കഴിക്കത്തില്ല കേട്ടോ. അവൾക്ക് മീൻ വറുത്തതും കിഴങ്ങും തന്നെ ധാരാളം. വേറൊന്നും കറി കൂട്ടത്തില്ല അവൾ. പിന്നെ ചോറ് വിളമ്പുമ്പോൾ അടുത്ത് വന്നങ്ങ് നിൽക്കും കേട്ടോ, എത്രയാണ് വിളമ്പുന്നതെന്ന് നോക്കാൻ. എന്നിട്ടത് തിരിച്ചങ്ങ് ഇടിപ്പിക്കും എന്നെ കൊണ്ട്. അത്രയും ചോറ് വേണ്ട, പാടാ മിസ് ഒത്തിരി കഴിപ്പിക്കുമെന്നും പറഞ്ഞാൽ. പിന്നെ ഇവൾ തിരിച്ച് പോകുമ്പോഴത്തേനും ഞാൻ തിരിച്ച് അതേ വെക്കും കേട്ടോ. നമുക്ക് എന്നാലല്ല ഒരു തൃപ്തി വരത്തുള്ളൂ. അങ്ങനെ പിന്നെ പിള്ളേർക്ക് ആഹാരം അങ്ങ് കൊടുത്തു. അങ്ങനെ കുളിപ്പിച്ചൊരുക്കി റെഡിയാക്കി കേട്ടോ. ഇന്ന് അവർക്ക് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലാക്ക് ഡ്രസ്സാണ് 2 പേർക്കും ഇട്ടത് കേട്ടോ. അപ്പോൾ മറിയത്തിന് ബ്ലാക്ക് പലാസോയും ഉടുപ്പും, അവന് ബ്ലാക്ക് ജീൻസും ബ്ലാക്ക് പച്ച പാൻറ്റും ബ്ലാക്ക് ഷർട്ടുമായിരുന്നു. പിന്നെ അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും പാത്രങ്ങൾ കാണും. പിന്നെ ഇതെല്ലാം ഒന്ന് കഴുകി പറക്കി വെച്ചിട്ട് പിന്നെ അത്തായ്ക്ക് പിന്നെ പൂരിയും കടലയും പിന്നെ കട്ടൻ കാപ്പി നിർബന്ധം അത്തായ്ക്ക് കാപ്പിയുടെ കൂടെ. പിന്നെ അത്തായ്ക്ക് ഇൻസുലിൻ കൊടുക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ മരുന്ന് താഴെ പോയി അതെടുക്കുമായിരുന്നേ. പിന്നെ അടുക്കളയെല്ലാം വന്നങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. ഗ്യാസെല്ലാം അങ്ങ് തുടച്ച് പറക്കി വെച്ചു. അങ്ങനെയൊക്കെ. പിന്നെ ഈ ഗ്യാസെല്ലാം ഞാൻ എപ്പോഴും അങ്ങ് കഴുകി തുടച്ചങ്ങിടുവേ കേട്ടോ. ഇത് ഇച്ചിരി ഇതുണ്ട്, സോഡാപ്പൊടിയും വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോൾ അതിനകത്തുള്ള കറകളെല്ലാം അങ്ങ് പോകും കേട്ടോ. പിന്നെ ഇതെല്ലാം വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അണ്ണന് ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സും കൂടെ അങ്ങ് അയൺ ചെയ്ത് കേട്ടോ. ഇത് മിക്കവാറും രാവിലെ തന്നെ പോകാൻ സമയത്ത് ഞാൻ അയൺ ചെയ്യത്തുള്ളൂ കേട്ടോ. വൈകിട്ടൊന്നും സമയം കാണാറില്ല. അങ്ങനെ അതെല്ലാം അയൺ ചെയ്ത് വെച്ച് കൊടുത്തു. അങ്ങനെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് ഡ്രസ്സും തേച്ചിട്ടൊന്ന് റൂമിൽ വന്ന് ഈ ബെഡ്ഷീറ്റെല്ലാം കയ്യോടങ്ങും വിരിച്ചിടും കേട്ടോ. നല്ല വൃത്തിയാക്കി നീറ്റായിട്ടിടും. പിള്ളേരുണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. പിള്ളേർ വീട്ടിൽ ഇരുന്നാൽ നമ്മളിത് ഇങ്ങനെ വിരിച്ചിട്ടാലും ചവിട്ടി തൂത്തൊക്കെ കളയും. പിന്നെ നമ്മുടെ പിള്ളേരല്ലേ, നമ്മൾ വഴക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കുറച്ച് ബ്ലാങ്കറ്റുള്ള എല്ലാം മടക്കി വെച്ചിട്ട് ഇത് രാത്രി പുതയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ആ റൂമും കൂടെ അങ്ങ് തൂത്തുവാരി. പിള്ളേരുള്ള വീടുകളായതുകൊണ്ട് തന്നെ എത്ര തൂത്തിട്ടാലും എപ്പോഴും പൊടി കാണും. പൊടിയും വേസ്റ്റുകളും മിഠായി കവറുകളും ഒക്കെ കാണും കേട്ടോ. അങ്ങനെ രാവിലെ റൂം മാത്രം അങ്ങ് തൂത്തിട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ആബിദിൻ്റെ സ്റ്റഡി ഏരിയ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി സ്കൂൾ അടക്കിയിട്ട് ഇനി ഇപ്പോഴേ പുസ്തകത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ.
അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അണ്ണനും അങ്ങ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ ഗേറ്റെല്ലാം പോയി തുറന്നു കൊടുത്തു. അങ്ങനെ അണ്ണനും അങ്ങ് ഓഫീസിൽ പോയി. ആ സമയം തന്നെ ഞാൻ എന്തോ ചെയ്തു, പിന്നെ മുറ്റം അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ മഴയൊക്കെ ആയിരുന്നു വൈകിട്ട്, അപ്പോൾ കുറച്ച് കരിയിലെല്ലാം അങ്ങ് പൊഴിഞ്ഞ് മുറ്റാകെ വൃത്തികേടായിരുന്നു. അങ്ങനെ മുറ്റം എല്ലാം അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു. നോമ്പിന് മുമ്പ് ഞാനായിരുന്നു ഈ വൈകിട്ടായിരുന്നു മുറ്റം തൂക്കുന്നത്. കാരണം നമ്മൾ എത്ര രാവിലെ മുറ്റം തൂത്താലും ഒരു 11 മണി 12 മണി ആകുമ്പോഴത്തേനും ഒരു കാറ്റൊക്കെ വന്ന് മുറ്റം ആകെ വൃത്തികേടാവും. അപ്പോൾ ഇപ്പം നോമ്പായതുകൊണ്ട് വൈകിട്ട് ആ സമയത്ത് നമുക്ക് തൂക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ മുറ്റമെല്ലാം നല്ല തൂത്ത് വൃത്തിയാക്കി ഇട്ട് കേട്ടോ. എനിക്കിങ്ങനെ മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ കുറച്ച് ചെടികളുടെയൊക്കെ കുറവുണ്ട്, ഇനി എല്ലാം വെക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു മടക്കാൻ, അതെല്ലാം അങ്ങ് മടക്കി വെച്ചു കേട്ടോ. ഒരുപാട് തുണി കാണും. പിള്ളേർ ഇന്നലെയൊക്കെ അവധിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്നെ 2-3 ഡ്രസ്സ് പിള്ളേർ മാറും. ഇപ്പോൾ രാവിലെയൊക്കെ ചൂടായതുകൊണ്ട് വിയർപ്പാന്നും പറഞ്ഞുകൊണ്ടേ. അങ്ങനെ തുണിയെല്ലാം ഞാൻ മടക്കാനിടുന്ന മേളത്തെ നിലയിലാണ്. പിന്നെ ഇത് താഴെ കൊണ്ടുവന്ന് അതാത് ഓരോരുത്തരുടെ സ്ഥലത്തൊക്കെ കൊണ്ടങ്ങ് വെച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് തുണി ഉള്ളത് കഴുകാനായിട്ടും അങ്ങ് എടുത്തു. ഒരുപാട് തുണി ഉണ്ടായിരുന്നു കഴുകാൻ, അതും അങ്ങ് എടുത്തു. പിന്നെ മെഷീനിലിടുന്ന തുണിയെല്ലാം മെഷീനിലോട്ടും ഇട്ടു. പിന്നെ കല്ലിൽ കഴുകാനുള്ള തുണിയെല്ലാം കല്ലിലും കൊണ്ടുവന്ന് നനയ്ക്കാനിട്ടു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അങ്ങോട്ട് തുടയ്ക്കാൻ ഞാൻ വ്യാഴാഴ്ച ദിവസം ഞാൻ മിക്കവാറും തുടയ്ക്കും, എല്ലാ വ്യാഴാഴ്ചയും കേട്ടോ. എല്ലാ മുറിയൊന്നും തുടയ്ക്കത്തില്ല, ഞങ്ങളുടെ ബെഡ്റൂം, ഹാള്, അങ്ങനെയൊക്കെ. അങ്ങനെ ബെഡ്റൂം, ഹാള്, പിന്നെ കിച്ചണ്, ഡൈനിങ് റൂം, ഇത്രയാണ് ഇന്ന് തുടയ്ക്കാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാം മിക്കവാറും എല്ലാ മുറികളും ആണെങ്കിൽ ഓരോ ദിവസം ഓരോന്നായിട്ടൊക്കെ തുടയ്ക്കും കേട്ടോ, സമയം കിട്ടുമ്പോഴൊക്കെ. അങ്ങനെ തുടച്ചുകൊണ്ടിരുന്നപ്പോഴേ നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനം വന്നത്. അങ്ങനെ മീഷോയിലെ ചേട്ടൻ കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ ഓർഡറൊക്കെ ചെയ്യുന്ന സാധനം അപ്പോഴേ പൊട്ടിച്ചത് റെഡിയാക്കി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ ഞാൻ ടേബിളിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് നോക്കുക കേട്ടോ. ഇത് പക്ഷേ എനിക്ക് ഇത് ചിത്രത്തിൽ കണ്ടതുപോലൊന്നും വന്നില്ല, ഫോട്ടോയിൽ കണ്ടതുപോലൊന്നും. പിന്നെ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചു. പക്ഷേ ഇതിനകത്ത് ഫ്ലവർ വേഡ്സ് ഒന്നും ഇരിക്കത്തില്ല, ഇത് വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ സൈഡിൽ ആണിയൊക്കെ വെച്ച് ചെയ്യണം, അതിന് സമയം കിട്ടുമ്പോൾ അതങ്ങ് ചെയ്യണം. അതെല്ലാം കൊണ്ടങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ തുടപ്പ് തന്നെ തുടർന്നു കേട്ടോ. അങ്ങനെ എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. പിള്ളേരില്ലാത്തതുകൊണ്ട് ചവിട്ടത്തേക്ക് ഇപ്പോൾ ആരും ഇല്ലല്ലോ. പിള്ളേർ വരുമ്പോഴത്തേന് പിന്നെ ഇതൊക്കെയാവും. പിന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡും ടേബിളിൻ്റെ സൈഡ് ഇവിടെയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഈ പിള്ളേർ ആഹാരം കഴിക്കുന്ന വേസ്റ്റ് വീഴുന്നുണ്ട്, എണ്ണമയം കാണും. അതുകൊണ്ട് അവിടെയൊക്കെ നന്നായിട്ട് തന്നെ അങ്ങ് തുടച്ചു. പിന്നെ അടുക്കളയും അങ്ങ് തുടച്ചു വൃത്തിയാക്കി. അങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ കല്ലേ നനയ്ക്കാനുള്ള തുണി നനയ്ക്കാൻ പോയത് കേട്ടോ. അപ്പോഴത്തേന് നമ്മൾ ചോറ് അരി അടുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അവിടെ കിടന്ന് വേവുന്നും ഉണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ നനയ്ക്കാൻ പോയി. അങ്ങനെ തുണി നനയ്ക്കുമ്പോൾ ഞാൻ സിഫാൻ ഷെയിനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, പശയ്ക്ക് വേണ്ടി. അങ്ങനെ തുണിയെല്ലാം കൊണ്ട് ടെറസിൻ്റെ മുകളിൽ വിരിച്ചിട്ട്, ഇതാകുമ്പോൾ പിന്നെ മഴ പെയ്താലും പറക്കണ്ട, അവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കോളും. പിന്നെ നമ്മൾ സമയം കിട്ടുമ്പോൾ പോയി പറിക്കാൻ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് തന്നെ അത്താക്ക് ചോറ് കൊടുക്കാനുള്ള കറികളൊന്നും വെക്കാൻ കയറിയില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു തേങ്ങ പോയി പൊതിച്ചു. അപ്പോഴത്തേന് ബാങ്ക് വിളിച്ചു. അങ്ങനെ ചമ്മന്തിക്ക് തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം വെച്ച് ചമ്മന്തി അരച്ച് പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ തലേ ദിവസത്തെ മീൻകറിയും മോരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്തായ്ക്കെല്ലാം ചോറെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാനങ്ങ് ളുഹർ നമസ്കരിക്കാൻ വേണ്ടി പോയേ.
begin to അങ്ങനെ നമസ്കരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിയിൽ ഇറങ്ങി നിന്ന്, കാരണം അപ്പുറത്തെ സൈഡിലെ പിള്ളേർ നിർത്തുന്നത്, അതുകൊണ്ട് ഓടി എങ്ങാനും വന്നാലോ എന്ന് പേടിച്ച് ഞാൻ പിള്ളേർ വരുന്നതിന് മുമ്പ് അങ്ങ് നിൽക്കും കേട്ടോ. അങ്ങനെ പിന്നെ ആൻറ്റി ഇപ്പുറത്തോട്ട് ആക്കി വിടും. പിന്നെ പിള്ളേർ വന്നാൽ ആകെ ഒരു മേളവും ബഹളവും ഒക്കെയാണ്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ പിള്ളേരുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. അങ്ങനെ മറിയും വന്നപ്പോഴേ ഫ്രിഡ്ജ് തുറന്ന് അതിനകത്ത് ഓരോന്നൊക്കെ പറക്കത്തില്ല. ഇപ്പോൾ ഇനി 2 മാസത്തേക്ക് സ്കൂൾ അവധിയാണ്. ഇനി 2 മാസം ഞാൻ എന്തോ ചെയ്യുമോ എന്തോ. വന്ന പാടെ ഒരുപാട് പാത്രങ്ങളും ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിള്ളേരെ വീട്ടിൽ ഇരുത്തിട്ട് എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, അവിടത്തേക്ക് പോകുമായിരുന്നു, നടന്ന് പോവുകയാണേ. അങ്ങനെ പോകുന്ന വഴി നല്ല ബോഗൻവില്ല നിൽക്കുന്ന കണ്ട് എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. നമ്മളൊന്നും നട്ട് ഇങ്ങനെയൊന്നും കിളിക്കത്തില്ല. അങ്ങനെ കമ്മിറ്റിക്ക് അവിടെ വീട്ടിൽ പോയി, അവിടെ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചിങ്ങ് വീട്ടിൽ പോരുന്നു. എന്നിട്ട് പിന്നെ പിള്ളേർക്ക് അത്താഴം ചായയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ആദ്യമേ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചു. സവാള എല്ലാത്തിനും ആവശ്യമാണല്ലോ. എന്നെപ്പോലെ ഇങ്ങനെ സവാള അരിയുമ്പോൾ കരിയുന്നവരുണ്ടോ ഗൈസ്? പിന്നെ ഞങ്ങളാണ് ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ് വെച്ചാണ്. പുകയില്ലാത്ത അടുപ്പെന്ന് പേരേ ഉള്ളൂ, മൊത്തം പുകയാണ്, പെരയ്ക്കകത്ത് മൊത്തം പുകയാണ്. ഞാൻ അങ്ങനെ കുറേ ഷീറ്റൊക്കെ മേടിച്ച് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, കരി പിടിക്കാതിരിക്കുക. എന്നാലും അത് പിന്നെയും ഇതാവും. പിന്നെ ഗ്രീൻ പീസ് എടുത്ത് കുക്കറിനകത്തോട്ട് ഇട്ട് കേട്ടോ. ഗ്രീൻ പീസിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. 1 കിലോ ഗ്രീൻ പീസ് എടുത്ത് 1 മാസം ഉപയോഗിക്കണമെന്നും പറഞ്ഞ് ഞാൻ മേടിച്ചേക്കുവാണ്. അങ്ങനെയൊക്കെ അങ്ങനെ സവാളയെല്ലാം വഴറ്റി സമോസയ്ക്ക് വേണ്ടി, അപ്പം അങ്ങനെ അതെല്ലാം ചെയ്യാനായിട്ട് ഇരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി ഉള്ളിവടയ്ക്ക് കുറച്ച് ഉപ്പിട്ടങ്ങ് മാറ്റി വെച്ചു ഉള്ളിക്കകത്ത്. അതാകുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം വിട്ടൊക്കെ വരും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മൊട്ടം പണി കിട്ടി. അണ്ണം മേടിച്ചുകൊണ്ട് വന്ന നെത്തോലി മീനാണ് കേട്ടോ. രാവിലെ മീനെണ്ണം വന്നപ്പോൾ മീൻ മേടിക്കാൻ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഇതുപോലത്തെ ഒരു 8ൻ്റെ പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ രാത്രിയിലത്തേക്ക് മീനും ഇല്ല, ഇതൊന്നും ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ഞാൻ പിന്നെ ആകെ വിഷമത്തിൽ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ. പിന്നെ സമോസയും ഒക്കെ പൊരിച്ചെടുത്ത് ഉള്ളിവട ഉണ്ടാക്കി. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് ഇറക്കി വെച്ച്. പിന്നെ ആമി നല്ല ഉഷാറായിട്ടെല്ലാം കൊണ്ട് വെച്ചോളും കേട്ടോ. അങ്ങനെ റാഹത്തായിട്ട് ഞങ്ങളിത് നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറന്ന് കഴിഞ്ഞ് നമസ്കരിച്ച് പോയി കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമസ്കരിച്ചിട്ടൊക്കെ വന്ന് ഒരുപാട് പാത്രം കാണുമല്ലോ. ഈ പാത്രം ഇങ്ങനെ സ്പീഡിൽ കഴുകുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ എന്നോട് അത്ഭുതം. അത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് പാത്രം കഴുകുന്നൊരു മെഷീനെങ്ങാനും കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ചീനി പുഴുങ്ങാനെടുത്ത് അടുപ്പിലും വെച്ച്, അത് ഗ്യാസിൽ വെക്കാതെ അടുപ്പിൽ തന്നെ വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി. പിന്നെ ഞാനാണെങ്കിൽ എമർജൻസി എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ചു. അപ്പോഴത്തേനും പിന്നെ കറണ്ട് വന്നു കേട്ടോ. അങ്ങനെ ചീനിയെല്ലാം കഴുകി വാരി അടുപ്പേ വെച്ചു. അടുപ്പിനകത്താന്ന് വെച്ച് ഗ്യാസിൽ വെച്ചില്ല, ഗ്യാസൊക്കെ തീരുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നോമ്പായതുകൊണ്ട് എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇടയത്താഴത്തിനെങ്ങാനും തീർന്ന പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഗ്യാസ് സൂക്ഷിച്ചാൽ ചിലവാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കരിക്കും വെള്ളം ഇരുന്നത് വെട്ടി ഞാനങ്ങ് കുടിച്ചോട്ടോ. ക്ഷീണത്തിനൊക്കെ നല്ലതാണല്ലോ. അങ്ങനെയൊക്കെ പിന്നെ ആണെങ്കിൽ നത്തോലിയും കഴുകി വാരി കുറച്ച് തോരനും വെച്ചു, കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ മോര് കറിയും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആദ്യവും മറിയും കൂടെ ഭയങ്കര ചെസ്സ് കളിയായിരുന്നു. പിന്നെ അണ്ണനും അതിൻ്റെ സൈഡിൽ ഇരുന്ന് ആഹാരം കഴിച്ചു. അണ്ണന് തറാവീന് പോകുന്നതിന് മുമ്പ് കഴിക്കും. പിന്നെ ഒന്നൊന്നും കഴിക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇടയത്താഴം കഴിക്കാൻ പാടാം. പിന്നെ അത്തായിക്കുള്ള ഇൻസുലിനും എടുത്തു കൊടുത്തു, അത്തായിക്കുള്ള ആഹാരവും കൊടുത്തു. പിന്നെ രാത്രിയിലത്തെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു കാഴ്ച നാട് ഇങ്ങനെയാണ് കേട്ടോ. പള്ളിയാണെങ്കിൽ നമുക്ക് കാണാം, പള്ളിയിൽ ഓതുന്ന എല്ലാം കേൾക്കാം. ഞാൻ കുറച്ച് നേരം ഇരുന്ന് വെളിയിരുന്ന് ഇതൊക്കെ കേട്ടിട്ടേ കിടക്കത്തുള്ളൂ. എൻ്റെ ഈ ഒരു ദിവസം ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.